നമസ്തേ. എൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ വന്ദനം അറിയിക്കുന്നു. നാളെ കർക്കിടക മാസം 1-ാം തീയതിയാണ് നമ്മുടെ രാമായണ മാസാചരണം എന്ന് വേണേൽ പറയും. പിന്നെ എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ക്ഷേത്രാന്തരീക്ഷത്തിലും ശ്രീരാമനാമ ജപം മുഴങ്ങിക്കേൾക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ആ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ ഉൾക്കൊണ്ട് രാമായണം പാരായണം ചെയ്യണം, എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് തന്ന ചെറിയ അറിവ് ഞാൻ എൻ്റെ സജ്ജനങ്ങളോട്, എൻ്റെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. നമ്മൾ എല്ലാവരും തന്നാലായതുപോലെ, അപ്പം ത്വം എന്താണ്? ത്വം നീയാണ്, അഹം ഞാനാണ്, അല്ലേ? ത്വം എന്ന് പറയുമ്പോൾ നീയാണ്. നിന്നിൽ എന്താണോ, നിൻ്റെ ഉള്ളിൽ എന്താണോ, അല്ലെ അഹം എൻ്റെ ഉള്ളിൽ എന്താണോ, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ രാമായണം പാരായണം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ, നമ്മളുടെ കഷ്ടകാലങ്ങൾ, നമ്മളുടെ അതിരറ്റ കാമചിന്തകൾ, ഇന്ന് ഈ ലോകത്ത് നടനമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ മാനസിക ചിന്തകൾ, ഇതെല്ലാം തച്ചുടച്ച് നീക്കാൻ ഈ മാസം കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഏറ്റവും ഭക്തിപുരസ്സരം നമ്മൾ പാരായണം ചെയ്യാൻ ഓരോരുത്തരും ആത്മസംതൃപ്തിയോടെ തയ്യാറാകണം. നിസ്സാരമായിട്ട് കാണരുത്. നിസ്സാരമായി രാമായണം എടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ അതിന് ഫലസിദ്ധി ഉണ്ടാകില്ല. നമ്മുടെ ഉള്ളിലോട്ട് നോക്കി ഒന്ന് പാരായണം ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നോക്കി, നമ്മുടെ ഉള്ളിൽ നോക്കുന്ന എന്തിനെ? നമ്മുടെ ഉള്ളിനെ ഉൾക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ദേശത്തിനും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും, ആരാണോ ഈ കർമ്മം ചെയ്യിപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ഈ കർമ്മം ചെയ്യുന്നത്, ഇവർക്കെല്ലാം അവരുദ്ദേശിച്ചതിലധികമായിട്ട് പുണ്യം ഫലങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായാലും എല്ലാവരും, ആരുമില്ല, എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ് പാരായണം ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിലോട്ട് നോക്കി ഒന്ന് പാരായണം ചെയ്യും. അപ്പോൾ ആ ഉള്ളറിഞ്ഞ് നാമം ജപിക്കുമ്പോൾ തക്കതായ ഫലം ഭഗവാൻ തരും. ഉള്ളിലോട്ട് നോക്കി നാമം ജപിക്കൂ, രാമായണം പാരായണം ചെയ്യൂ എന്ന് പറയാൻ എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്? നമ്മുടെ ഉള്ളിൽ കാമവും ക്രോധവും ലോഭവും മോഹവും സൂയൻ ഡെമ്പു ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധമാക്കി തരും. ഈ ഉള്ളിലുള്ള അശുദ്ധിയെ പുകച്ച് ചാടിക്കുന്നത് പോലെ പുറത്ത് ചാടിക്കും ഈ രാമായണ പാരായണ ജപം. അപ്പോൾ അതിനാണെന്ന് പറയുന്നത് എന്താ? മാ നിഷാദ എന്ന മന്ത്രം ഉണ്ടല്ലോ. മാ നിഷാദ. നിഷാദ ആരാ? രാക്ഷസൻ. അതായത് നിൻ്റെ ഉള്ളിലുള്ള രാക്ഷസ ബുദ്ധിയെ എടുത്തു കളയുക. അതിനാണ് നിൻ്റെ ഉള്ളിലോട്ട് നോക്കി നീ രാമായണം പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്യൂ. നമ്മൾ ഈ കർക്കിടക മാസം പ്രാരംഭത്തിൽ തന്നെ നമ്മളുടെ ഓരോ ദുഃഖങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാമാണ് നടക്കുന്നത് ലോകത്ത്? എന്നും ജപിക്കുക കിട്ടുന്ന സമയം
ചിലർ ചോദിക്കും രാത്രിയിൽ ജപിച്ചുകൂടാ, ചിലർ പറയും ഉച്ച സമയത്ത് ജപിച്ചുകൂടാ. അല്ല, പാരായണം നമ്മളെ എന്താ മനസ്സിനെ നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവന്ന് രാമായണം പാരായണം ചെയ്യൂ. ആ മനസ്സിലുള്ള നെഗറ്റീവിനെ എല്ലാം എടുത്തു കളയും ഈ പാരായണം. നമുക്ക് കിട്ടുന്ന സമയം, എപ്പോഴും ജപിക്കാൻ പറയുന്നത്, കിട്ടുന്ന സമയം നമ്മൾ ആ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം, നമ്മളുടെ ഉള്ളിലെ നോക്കി, ഉള്ളിൽ ആ ഭക്തിയെ തുളുമ്പുന്ന ആ ഒരു ഉള്ളിലുള്ള സത്വഗുണത്തെ കണ്ടുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കിൻ്റെ ഒരു കൊണിശം ഉണ്ടെങ്കിൽ അത് മാഞ്ഞു പോകും തീർച്ചയായിട്ടും. ഈ മാസം രാമായണ വായന കൊണ്ട് നമുക്ക് ഉയർത്തെടുക്കണം. നമ്മൾ ചൊല്ലുമ്പോൾ അതിലെന്തുണ്ടാകണം? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പം എനിക്ക് അങ്ങനെ ചൊല്ലാറ്, ഇങ്ങനെ അങ്ങനെയല്ല, നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ പാനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചൊല്ലും പോലെ അടുത്തിരിക്കുന്ന ആൾക്ക് ചൊല്ലാൻ പറ്റില്ല, അടുത്തിരിക്കുന്ന ആൾ ചൊല്ലുമ്പോൾ ഇരിക്കില്ല. നമ്മളുടെ ഉള്ളിലെ ഭക്തിമയം, നമുക്ക് എന്ത് വേണം? ഭക്തി ഉണ്ടാകണം, മനസ്സിൽ ഭക്തി വേണം. നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളിൽ നോക്കി ഭഗവത് ഭക്തി നിറച്ച് നമ്മൾ പാരായണം ചെയ്യും. ഭക്തിമയത്തിൽ നമ്മളൊന്ന് ജപിച്ചേ. നമ്മൾ ഭഗവാനെ അവതാരങ്ങൾ ഒരുപാട് എടുക്കുന്നു. ദശാവതാരങ്ങൾ എത്രയോ അവതാരങ്ങളുണ്ടല്ലോ, 10 അവതാരങ്ങൾ ഭഗവാൻ എടുത്തു. എല്ലാവരും പറയും കംസനെ കൊന്നു, കൃഷ്ണനായി ജനിച്ച് കംസനെ നിഗ്രഹിക്കാൻ, അതുപോലെ നരസിംഹമായി ജനിച്ചു, അങ്ങനെ 10 അവതാരങ്ങളും ഉണ്ടല്ലോ. കൽക്കിയായിട്ട് അവതാരം എടുത്തു. ഇതെല്ലാം നമ്മൾ പറയും ഇന്ന ആളെ കൊല്ലാൻ, ഇന്ന ആളെ നിഗ്രഹിക്കാൻ. അത് നമ്മൾ അങ്ങനെയല്ല, അത് നിഗ്രഹമല്ല. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധത്തെ തച്ചുടച്ച് കളയുകയാണത്. അതൊരാളെ ഒരിക്കലും അതും ചെയ്യുകയല്ല. അത് കംസനെ എന്താണ്, കംസൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെഴുക്കിനെ, ആ കാമക്രോധത്തെ, ആ ഡംബിനെ, അസൂയയെ, ലോഭമോഹാദികളെ എല്ലാം ഭഗവാൻ തീർത്തു. അതിനാണ് നിഗ്രഹം എന്ന് പറയുന്നത്. നമ്മളിലുള്ള അഴുക്ക് പോയാൽ നമ്മളുള്ള ശത്രുവിനെ നമ്മൾ നിഗ്രഹിച്ചു. ശത്രുദോഷം എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ തന്നെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന അഴുക്കാണത്. അപ്പം ഞാൻ ഇത്രയും പറയുന്നു. ഇപ്പം നാളെ മുതൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. നമ്മളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉള്ളിനെ നോക്കിക്കൊണ്ട് നമ്മൾ പാദാരവിന്ദങ്ങളിൽ ഭഗവാന്റെ പാദ അരവിന്ദങ്ങളിൽ നമ്മൾ ഈ രാമായണ പാരായണം അർപ്പിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ നമുക്ക് തരും. കലികാലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസം പോകുന്തോറും ഓരോ ക്രൂരതകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കലികാലത്തിൽ ഈ കഷ്ടങ്ങളെയും ഈ നഷ്ടങ്ങളെയും ഈ എല്ലാ വിപത്തുകളെയും, ഈ ആപത്ത് സമുദ്രത്തിൽ കിടന്നൊഴുകുന്ന എല്ലാ ദുഃഖങ്ങളും മാറിത്തരാൻ ഈ രാമായണ മാസം നമുക്ക് ഉത്തമ ഭക്തിയോടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ, ഹൃദയത്തിൽ തൊട്ട നന്ദി ഞാൻ അറിയിക്കുന്നു.